മഹാനായ വലിയുള്ളാഹി അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആചാർ തങ്ങള് സുബ്ഹാനല്ലാഹ് ഒരവസരം ഒരു നാട്ടിലേക്ക് പടകടന്ന് അങ്ങനെ തോണിയില് പോകുമ്പോ ഒരു തോണിക്കാരൻ തോണി തുഴയുന്നുണ്ട്. ഇവിടെ അടുത്തന്നെ, ദൂരമൊന്നുമല്ല. ഞാൻ ഈ സ്ഥലവും പിന്നെ ഈ സമയവും സന്ദർഭവും ഹിജ്റ വർഷവും ക്രിസ്തു വർഷവും എല്ലാം പറയാത്തത് സമയലേട്ടാന്നത് കൊണ്ടാണ്. മഹാനായ വലിയുള്ളാഹി അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആചാർ തങ്ങള് ആ കടത്തുകാരന്റെ തോണിയിൽ ഇരുന്നിട്ട് അപ്പുറം കിടക്കുമ്പോ കൂടെ ഒരു മോനും ഉണ്ട്. അപ്പോ അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആചാർ തങ്ങൾ ചോദിച്ചു അത്ര തോണിക്കാരനോട്, കടത്തുകാരനോട്, അല്ല ഇതാര്? ഇതെന്റെ മോന്. എനക്കെന്തെങ്കിലും ഇങ്ങനെ ഒരു അൽപ്പിന് തോണിനെ കെട്ടാനും വലിക്കാനും അതിനെ ഇതാക്കാനും വേണ്ടിയിട്ട് ഞാൻ കൂടെ കൂട്ടിയത്. മഹാനായ വലിയുള്ളാഹി അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആചാർ തങ്ങള് ആ സമയം ആ കടത്തുകാരനോട്, തോണിക്കാരനോട് പറഞ്ഞെന്തറിയോ? ഇല്ല, നിങ്ങളെ മോൻ ഇങ്ങനെ കമ്പിയും കയറും പിടിച്ചിട്ട് നിങ്ങളെ കൂടെ തോണി തുഴയാൻ വേണ്ടി വരേണ്ടവനല്ല, നിങ്ങളെ കൂടെ ഈ പണി ചെയ്യേണ്ടവനല്ല. അവന്റെ മുഖത്ത് ഞാനൊരു ആലിമിനെ കാണുന്നു. വലിയൊരു ആലിമാകുന്ന മനുഷ്യനാണ് ഈ കുഞ്ഞ്. അതുകൊണ്ട് നിങ്ങളെ ഈ പണിയുമായിട്ട് ഇവനെ കൊണ്ടുപോകരുത്. ഇവനെ ഈ തോണിയുടെ ജോലിയുമായിട്ട് ഇവനെ കഴിച്ചു കൂട്ടരുത്. ഈ പണിക്ക് ഏൽപ്പിക്കപ്പെട്ടവനല്ല. അവന്റെ മുഖത്ത് ഞാനൊരു ആലിമിന്റെ സ്വഭാവം ലക്ഷണം കാണുന്നുണ്ട്. അതുകൊണ്ട് തോണിക്കാരോ, നിങ്ങളെ മോനെ എന്റെ കയ്യില് തരണോ, എന്റെ ദർസില് കൂട്ടണോ, ഞാനവനൊരു ആലിമാക്കി തരാം. പറഞ്ഞതുപോലെ തോണിക്കാരനതാ തന്റെ മകനെ കൊണ്ടുപോയി ദർസില് കൂട്ടുകയാണ്. ഒന്നിരായ ശൈഖുനാ അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആചാർ തങ്ങളുടെ, വലിയുള്ളാഹി അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആചാർ തങ്ങളുടെ ആ പ്രൗഢമായ ദർസില് കൊണ്ടുപോയി കൂട്ടുന്നു. വർഷങ്ങളേറെ ആ ദർസില് പഠിച്ച ആ കുട്ടി പിന്നീട് ലോകമറിയപ്പെട്ട പണ്ഡിതരായി, അറിവുള്ള ലോക പരിചയമുള്ള ലോകമറിഞ്ഞ ആലിമായി. അവരാണ് കുമ്പോൾ അഹമ്മദ് മുസ്ലിയാർ എന്ന പി.എ. അഹമ്മദ് മുസ്ലിയാർ, പി.എ. അഹമ്മദ് ഉസ്താദ്. ബഹുമാനപ്പെട്ട ശൈഖുന, ഞങ്ങളൊക്കെ വന്യരായ ഗുരു ശൈഖുന ഖാസിം ഉസ്താദിന്റെ ഉസ്താദ്, ആലമ്പാടി ദാരിമി ഉസ്താദിന്റെ ഉസ്താദ് മരണപ്പെട്ടുപോയി. കർണാടക അമ്പളമുഗർ കുണ്ടൂറിനടുത്തുള്ള കുത്താർക്കടുത്തുള്ള ഞാനിപ്പോയ കോളേജിലെ മെഡിക്കൽ കോളേജ് അതിന്റെ തൊട്ടു മുന്നെയാണ് മഹാനരുടെ നാട്. അപ്പുറമാണ് നാട്. ഞാൻ അവരുടെ നാട്ടിലും പോയി, ആ ഭാഗത്തെല്ലാം പോയി, നന്നായിട്ട് അറിയിച്ചു. ആ കുമ്പോൾ അഹമ്മദ് മുസ്ലിയാർ എന്ന മഹാനരാകുന്ന ആ പണ്ഡിതനെയാണ് പണ്ട് വർഷങ്ങൾക്ക് മുന്നേ കടത്തുകാരനായ മനുഷ്യൻ തന്റെ മകനായി തോണിയിൽ കൊണ്ടുപോകുമ്പോ പറഞ്ഞ്, ഇത് ആലിമാണ്ടിയ കുഞ്ഞാണ്, ഇത് നിങ്ങളെ പോലെ കമ്പിയും കയറും പിടിച്ചിട്ട് പറഞ്ഞ കിടാവല്ല, എന്റെ കയ്യിൽ തരീന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിന്റെ മുഖം നോക്കിയിട്ട് കാര്യം മനസ്സിലാക്കിയിട്ട് ആ കുഞ്ഞിനെ വേണ്ട നിലക്കുള്ള തർബിയത്തും തസ്കിയത്തും കൊടുത്തിട്ട് ഈ ഉമ്മത്തിന് സമർപ്പിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട വലിയുള്ളാഹി അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആചാർ. ഞങ്ങൾക്ക് പിന്നെ മഹാനരെ കൂടുതൽ അറിയില്ല, അറിയാത്തവർക്ക് എന്നെ അറിയണമെന്ന് വല്ല താല്പര്യവും ഇല്ല, നമുക്ക് കൂടുതൽ അറിയൂല്ല. എന്നെ അറിയാത്തവർക്ക് അത് ആരിപ്പാന്നൊന്നും അറിയാനുള്ള ഒരു ചിന്തയില്ല. സത്യത്തിൽ മഹാനരെ അറിഞ്ഞവരൊന്നും മഹാനരെ ആദരിക്കാതിരുന്നിട്ടില്ല, മഹാനരെ ബഹുമാനിക്കാതിരുന്നിട്ടില്ല. വലിയുള്ളാഹി തങ്ങളെ പരിഗണിക്കാത്തവർ അന്ന് ലോകത്ത് ഒരാളുമേ ഇല്ല. മഹാനായ ഖുത്ബി തങ്ങള് ഈ കേരളക്കര കണ്ട, ഈ മലയാളക്കര കണ്ട ഏറ്റവും വലിയ പണ്ഡിതരാണ്, ഉസ്താദുമാരുടെ ഉസ്താദാണ്. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനായിരുന്ന ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ. ആ മഹാനർ പോലും വലിയുള്ളാഹി അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആചാർ തങ്ങളെ യെസ് പറഞ്ഞിരുന്നു. അതായത് ഖുത്ബി തങ്ങളുടെ അടുക്കലേക്ക് ഒരിക്കൽ 3 ആള് ദ്വാരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി. ഖുത്ബി തങ്ങൾ വലിയ മഹാനാണല്ലോ, ചുക്ലിയിൽ മറുപട്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലാഹു മഹാനരുടെ പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ, ആമീൻ ചൊല്ല്. അല്ലാഹു മഹാനരുടെ മദദും ബർക്കത്തും നമുക്ക് നൽകട്ടെ. ഞങ്ങൾ ഇതെല്ലാം പറയുന്നതെന്ന് അറിഞ്ഞാ ഞങ്ങളെ ദോഷങ്ങൾ പുറക്കാനാണ്, പിന്നെ അവരെ വഴിയടയാളമായി സ്വീകരിക്കാനാണ്, അവരുടെ ജീവിതത്തിന്റെ നല്ല ഏടുകളും കാര്യങ്ങളും പകർത്താനാണ്. അല്ലാതെ അതിന്റെ പേരിൽ ഇതെല്ലാം സംഘടിപ്പിച്ചിട്ട് ബയ്യ പോകുമ്പോ 3 കഷ്ണം ക്ഷീർണം കൊണ്ടായിട്ട് തേക്കിടാൻ വേണ്ടി പറയുന്നതല്ല. ഷീർണി കൊണ്ട് അതൊരു ബർക്കത്താണ്. ഇൻഷാല്ലാഹ് ഷീർണിയുടെ ഉണ്ട്. 37,000 കൊടുക്കുന്നു. അല്ലാഹു തആല എന്നും കൊടുക്കാൻ അല്ലാഹു എത്തിക്കട്ടെ. ഈ ഷീർണി കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക എന്നത് അതിനേക്കാളും കൂലിയുള്ള ഒരു അമല് വേറെ ഇല്ല. അത് വലിയൊരു തൗഫീഖാണ്. പൈസ കൊടുക്കുന്നതിനെക്കാട്ടും വലിയ കൂലി ഭക്ഷണം കൊടുക്കുന്നില്ല. അതറിയിക്കേ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ലേ? അതിന് വലിയ കൂലിയുണ്ട്.
കത്തിയാളുന്ന നരകത്തിന്റെ യാഗാത ഗർത്തത്തില് നാളെ ഒരു കൂട്ടർ അവിടെ കത്തിയാൻ വരുമ്പോ ഭീകരമായ നിലക്കുള്ള ശിക്ഷ കേൾക്കുമ്പോ ആ നരകക്കാരോട് ആ ഹതഭാഗ്യരോട് സ്വർഗത്തിലുള്ള ജനങ്ങള്, നല്ലവരായ ജനങ്ങള് ചോദിക്കും, അത്രേ മാസലക്കും നിങ്ങളെന്തേ നരകത്തില്, ഈ ഭീകരമായ നരകത്തില് നിങ്ങളെന്തേ ബന്ധുരുകുന്നു? അല്ലാഹുവിന്റെ കഠിനമായ കഠോരമായ ഭീകരമായ ബീഭത്സമായ ഈ ആദാബിന് നിങ്ങളെ പാത്രീഭൂതരായതെങ്ങനെ? നിങ്ങൾക്കിത് കിട്ടാനുള്ള കാരണം എന്താ? നിങ്ങൾ ദുനിയാവില് നല്ല ആൾക്കാരായിരുന്നുവല്ലോ, വലിയ നിസ്കാബിൽ വലിയ പണക്കാരായിരുന്നു, വലിയ വയല് കേൾക്കുന്നവരായിരുന്നു, വലിയ വയല് പറയുന്നവരായിരുന്നു, വലിയ ഡബളാജിയും തിരുവളാജിയുമായിരുന്നു. എന്നിട്ടും എന്തേ നിങ്ങൾ ഇവിടെ നരകത്തിലെ മാസലക്കും ഫീ സഖാർ, നിങ്ങൾ എന്തേ നരകത്തിൽ ബന്ധുരുകുന്നു? നിങ്ങൾ എന്തേ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോ ആ ഹതഭാഗ്യരായ ജനങ്ങള്, നരകവാസികളായ ആ ജനങ്ങള് ഈ സ്വർഗവാസികളോട് പറയുന്ന മറുപടി എന്തറിയാ? അതേ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങളെ ഭാഗത്തുനിന്ന് വന്ന രണ്ട് ഗുരുതരമായ തെറ്റുണ്ട്. നിങ്ങളറിയാത്ത, നിങ്ങളെ ഞങ്ങൾ അറിയിക്കാത്ത രണ്ട് ഗുരുതരമായ തെറ്റുകൾ ഞങ്ങൾ ചെയ്തത് കൊണ്ടാണ് ഇന്നീ നരകത്തിലേക്ക് ഞങ്ങൾ വീഴേണ്ടി വന്നത്. ഒന്ന്, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്നവരായിരുന്നില്ല. ഞങ്ങൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ ഉണ്ടായിട്ടില്ല, ബാക്കിയെല്ലാം ഉണ്ടായി, കാര്യമില്ല. ചില മനുഷ്യന്മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടണം, അപ്പോഴേ നിസ്കാരമുള്ളൂ, അല്ലെങ്കിൽ നിസ്കാരമില്ല. തിരക്കുണ്ടാ, പണിയുണ്ടാ, ബിസി ഉണ്ടാ, പോവാനുണ്ടാ, ടിക്കറ്റ് എടുത്തിട്ട് അതിനാ നിസ്കാരം പിന്നെ 3 കൊല്ലത്തേക്കില്ല. അല്ലേ, എല്ലാം ഉണ്ട്, സുന്നത്തുണ്ട്, റവാത്തിബുണ്ട്, റാത്തിബും. അങ്ങനെയല്ലല്ലോ, നിസ്കാരം അതിന്റെ ടൈമിന് തന്നെ വേണ്ടേ? അല്ലാഹു അതിന് നല്ലവരെ വർക്കത്തോണ്ട് തൗഫീഖ് നൽകട്ടെ. മറ്റൊരു കാര്യം അവർ പറയുന്നത്, ഒന്ന്, ഞങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിച്ചില്ല. 2, വനം നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങള് ഭക്ഷണം കൊടുത്തില്ല ആർക്കും. ഒരു പിടി അന്നം, ഒരിത്തിരി ഭക്ഷണം, ഒരു ഉരുള ചോറ് കൊടുക്കാനുള്ള യോഗമോ ഭാഗ്യമോ ഞങ്ങളെ കൈക്കുണ്ടായിട്ടില്ല. അതാണ് ഞങ്ങൾ ഈ നരകത്തിൽ വീണത്. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ഹനീഫി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം, അലവി ഹനീഫി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം, മറ്റു പലരുമായിട്ടുള്ള നല്ലവരായ ചില മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യം എന്തറിയാ? അവർ ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നതാണ്. അതിനുള്ള ഭാഗ്യം അല്ലാഹു അവർക്ക് നൽകി എന്നതാണ്. അല്ലാഹു അത് എന്നും നിലനിർത്തി കൊടുക്കട്ടെ. ഇതിന്റെ മിസ്ൽ സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരിലേക്ക്, ഞങ്ങളെ ഉമ്മ ബാപ്പമാരിലേക്ക്, പ്രത്യേകിച്ച് വലിയുള്ളാഹി മുഹമ്മദ് അജാർ തങ്ങളിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അന്ന് കുത്തുബി തങ്ങളാടെ ഒരു പേരിൽ വന്നിട്ടുണ്ട് എന്ന് വിവരം കിട്ടിയിട്ടാകുമ്പോ ഈ കുട്ടി, അതായത് ബാല്യക്കാരനായ നിങ്ങൾ ചൊല്ലണോ? ഓറല്ല, നിങ്ങൾ ചൊല്ലണോ? നിങ്ങൾ എൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ല ഞാൻ ചെല്ലണ്ടേ, അല്ലെങ്കിൽ ഞാൻ ഇതിന് പണി വയല്. പിന്നെ ഒരാളുണ്ട് കാര്യമായ ഒരു വയല് പറയാൻ. നിങ്ങൾ ശ്രദ്ധിക്കുന്നത് മാത്രം. അതിൻ്റെ ഇടയിൽ പുട്ടിൻ്റെ ഇടയ്ക്ക് തേങ്ങ ഇടുമ്പോൾ ഞാനും കുറച്ച് ചെല്ലിറാന്ന് അത്ര. അബൂബക്കർ ഹാജി ഉസ്താദും അതുപോലെ തന്നെ ഒരു അബ്ദുൽ കരീം മൗലവിയും, പിന്നെ ഒരാളെ പേര് കമാലുദ്ദീൻ മൗലവി, പിന്നെ ഒന്ന് അബ്ദുൽ കരീം മൗലവി. അങ്ങനെ 3 ആൾ. ഈ 3 ആളും സഹപാഠികളാണ്, ക്ലാസ്മേറ്റ് ആണ്. ഒന്ന് അബൂബക്കർ ഹാജി ഉസ്താദ്, പിന്നെ അബ്ദുൽ കരീം മൗലവി, പിന്നെ ഒന്ന് കമാലുദ്ദീൻ മൗലവി. ഈ 3 ആളും ആടെയോ പിന്നെ തൊട്ടടുത്ത പോരല് മഹാനായ ശംസുൽ ഉലമാ കുത്തുബി തങ്ങൾ, മഹാനാണ്, കേരളക്കര കണ്ട പണ്ഡിതനാണ്, കേരളത്തിലുണ്ടായ എല്ലാ ലിപിങ്ങളെയും ഉസ്താദാണ്. ആ മഹാനരെ കാണാൻ ചെന്നപ്പോ ഫസ്റ്റ് പോയിട്ട് റൂമിൽ കയറിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞത് ഇതാ ഈ മനുഷ്യന്മാർ. ആര്? കമാലുദ്ദീൻ മൗലവി. അസ്സലാമു അലൈക്കും, ദുആരക്കോണോ? വഅലൈക്കും സലാം എന്ന് പറഞ്ഞു കുത്തുബി തങ്ങൾ. ദുആരക്കോണോ എന്ന് പറഞ്ഞപ്പോ കുത്തുബി തങ്ങളൊന്നും മിണ്ടിയില്ല. രണ്ടാമത് കയറി ആര്? അബ്ദുൽ കരീം മൗലവി. നിങ്ങളുടെ പേര് മറന്നിട്ടുണ്ട? മഹാന്മാരെ നമ്മൾ എങ്ങനെ കാണുന്നത് നമുക്ക് ഇതിൽ മനസ്സിലാകും. അബ്ദുൽ കരീം മൗലവിയും കയറി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ദ്വാരക്കോട് നിറഞ്ഞിട്ടാകുമ്പോ അപ്പോഴും മഹാനർ മിണ്ടിയില്ല. ഇൻഷാ അല്ലാഹ് ഓക്കെ ഒന്നും പറഞ്ഞില്ല. മൂന്നാമത് ബഹുമാനപ്പെട്ട അബൂബക്കർ ഹാജി കയറുന്നു. അന്ന് അബൂബക്കർ ഹാജിയല്ല, അബൂബക്കർ വലിയ ബാക്കവിയല്ല, ഉസ്താദല്ല, അന്ന് ചെറുപ്പക്കാരനാണ്, പഠിക്കുന്ന മുത്തഅല്ലിമാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ മുമ്പിൽ ആ
പരിശുദ്ധ ഹളറത്തിലെത്തിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞപ്പോ വളരെയധികം ഭവ്യതയോടെ മനോഹരമായി വഅലൈക്കും അസ്സലാം എന്ന് മടക്കുന്നു. ദ്വാരക്കണേ എന്ന് പറഞ്ഞപ്പോ ഇൻഷാ അല്ലാഹ് ആരാണ് നിങ്ങള്, ഏതാ രാജ്യം? ബഹുമാനപ്പെട്ട അബൂബക്കറാജി പറഞ്ഞോലോ. അബൂബക്കറാജി ഉസ്താദ് പറഞ്ഞു അത്ര അട്യാറ് മംഗലാപുരത്താണ്. മംഗലാപുരത്ത് തന്നെയാണോ എന്ന് ചോദിച്ചപ്പോ അട്യാറ് കണ്ണൂറാണ്. അട്യാറ് കണ്ണൂർ മുഹമ്മദാചാര്യരുടെ മകനാണ് എന്ന് പറഞ്ഞപ്പോ മഹാനായ ശംസുൽ ഉലമാ ഖുത്ബി തങ്ങൾ പറഞ്ഞെന്തറിയാ, അല്ലാഹു നിങ്ങളെ വലിയൊരു ആലിമാക്കട്ടെ. മറ്റു രണ്ടു പേർക്കും ദ്വാരക്കാൻ വേണ്ടി വാതുറക്കാത്ത മഹാനം, അവരോടൊരു വാക്ക് പോലും ഉരിയാടാത്ത ശംസുൽ ഉലമാ ഖുത്ബി തങ്ങള് അബൂബക്കറാജിയെ കണ്ട നേരം ആ ചെറുപ്പക്കാരനായ മുതഅല്ലിമായ കൗമാരക്കാരനായ പഠിക്കുന്ന വിദ്യാർത്ഥിയായ അബൂബക്കറിനെ കണ്ട നേരം അവിടുന്ന് പ്രത്യേകമായി പരിഗണിച്ചതും ലാളിച്ചതും എല്ലാ വിവരങ്ങൾ കേട്ടതും അനുഗ്രഹിച്ചതും ആശീർവദിച്ചതും ദുആരുന്നതുമെല്ലാം അത് വലിയുള്ളായ അട്യാർ കണ്ണൂർ മുഹമ്മദാചാർ തങ്ങളെ മോനാണ് എന്നത് വെച്ചിട്ടാണ്. അതാ ഞാൻ പറഞ്ഞ സമകാലികരായ അന്നുള്ള എല്ലാ ആലിമീങ്ങളും എല്ലാ ഔലിയാക്കളും ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. ഫന്നുകളിലും അഗ്രഗണ്യരായിരുന്നു. വലിയുള്ളായ മഹാനായ അട്യാർ കണ്ണൂർ മുഹമ്മദാചാർ തങ്ങള് വഴങ്ങാത്ത വിഷയങ്ങളില്ല, തിരിയാത്ത ഫന്നുകളില്ല, അറിയാത്ത ഭാഗങ്ങളില്ല. ഇൽമിന്റെ എല്ലാ വഴികളും നേരത്തെ ഇവിടെ ഉദ്ഘാടന ഭാഷണത്തിൽ BS ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ കിടയറ്റ ഒരു നാട്ടുവൈദ്യനും കൂടെയാണ്. നല്ലൊരു ആലിമും അതോടൊപ്പം നല്ലൊരു വിശ്വകരൻ ഡോക്ടറുമാണ്. ഇപ്പത്തെ നാട്ടുപോട്ടല്ല, ഇപ്പൊ പിന്നെ വാട്സപ്പിലുള്ളവരെല്ലാം പോലെയാറന്നെ എല്ലാ കാളി തന്നെ. ഇടയ്ക്കൊരു വാട്സപ്പിൽ ഒരു ചോദ്യം ഉണ്ടായി, ഞാനും ഉണ്ടായി. ഞാൻ എല്ലാം ഇപ്പൊ പിന്നെ വാട്സപ്പിലെല്ലാം കൂട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയല്ലേ. ശമ്പളം വേങ്ങണ്ട, കമ്മീഷൻ ഇല്ല, എന്ത് പേടിക്കണമൊന്നുമില്ല, ഇഷ്ടമുണ്ടെന്നൊക്കെ അല്ലെങ്കിൽ പോയിറാ. എത്ര ഗ്രൂപ്പുണ്ട് സുബൈക്ക് അടിച്ച് നോക്കുമ്പോൾ രാത്രി 12 ലെഫ്റ്റ് ഹാങ് സുബൈക്ക് 18 ആഡായിട്ടുണ്ടാകും. ആര് ആഡാക്കുന്നത് നമുക്ക് അറിയുന്നില്ല. ആട്ടിരിക്കട്ടെ. മുന്നാമതൊരു ഗ്രൂപ്പിൽ ഒരു ചോദ്യം, അതായത് ഭാര്യ മാപ്പിള മരിച്ചെന്ന് തോന്നുന്നു. അപ്പൊ മറലിരുന്ന് എത്ര ഇരിക്കണ്ടേ, എങ്ങനെ ഇരിക്കണ്ടേ എന്ന് ഒരാൾ കേൾക്കുന്നു, ഒരു ചോദ്യം കേൾക്കുന്ന ഒരാൾ. അയാള് ചോദ്യം ഫുള്ളായിട്ട് വന്നിട്ടില്ല, അതിന്റെ ഇടയ്ക്ക് ഉത്തരം വന്നിട്ട് അതിന് അഡ്മിന്റ് എന്താ പറഞ്ഞ അത് പണ്ട് എങ്ങനെയുണ്ടോ ഇതാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ തന്നെ ഈ റിസൾട്ടാണ് ഇപ്പൊ മനുഷ്യൻ പടക്കായിന്. അപ്പൊ ആലിമിന് വിലയില്ല, നല്ലവരായ മഹാന്മാർക്ക് വിലയില്ല, ദീനിന്റെ ഷിയാറുകളോട് വലിയ മതിപ്പില്ല. എന്നാ കണ്ടോ ഈ മഹാന്മാരായിരുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ അന്ന് ജനങ്ങൾ തെറ്റിലേക്ക് പോകുന്നത് കുറഞ്ഞുപോയി, വേണ്ടാത്തരങ്ങളിലേക്ക് നീങ്ങുന്നത് കുറഞ്ഞുപോയി. നാട്ടുകാർക്കിടയിൽ നല്ല പിരിശപ്പാടും ഒരുമപ്പാടും ഉണ്ടായി. മുസ്ലിമീങ്ങൾ പോലും അവരെ കാണുമ്പോ ആദരിച്ചു, ബഹുമാനിച്ചു. അവരെ കാണുമ്പോ ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ മക്കൾക്ക് തന്നെ ഞങ്ങളോട് ബഹുമാനമില്ല, കെട്ടിയോൾക്ക് ഏതായാലും ഇല്ല. ഞങ്ങൾക്കും അങ്ങനെയാണല്ലോ ഞങ്ങളെ ഉമ്മ പപ്പയോട്. എന്നാൽ ഇവരങ്ങനെയല്ല. അള്ളാനെ അറിഞ്ഞവരായതുകൊണ്ട്, അള്ളാവിനെ വിരിശം വെച്ചവരായതുകൊണ്ട്, അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചവരായതുകൊണ്ട് അവരെ ലോകമാദരിച്ചു. മവദ്ദതൻ വ മഹബ്ബ, കൊണ്ടും അവരെ ലോകമാദരിച്ചു. നിങ്ങൾ നോക്കൂ, കീഴണ ശംസുൽ ഉലമ, കീഴണ അബ്ദുള്ള മുസ്ലിയാർ സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഗൽഭ പണ്ഡിതരാണ്. മരണപ്പെട്ടുപോയി. അല്ലാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. മലയാളക്കര കണ്ട ഏറ്റവും വലിയ ആലിമാണ് കീഴണവോർ. പേര് പോലും പറയാല, കുറച്ചൊക്കെ പ്രായവും പക്വതയും ഇൽമും അള്ളാന്റെ പേടിയുള്ളോർ മഹാനരെ പറയുമ്പോ പേര് പോലും പറയാല. ഞങ്ങ പിന്നെ അബ്ദുല്ലാന്നോ അതിലെ കുഞ്ഞുനോ അന്തുമാനോ എന്തെല്ലാം ചെലിപ്പോ, അല്ലെങ്കിൽ നമ്മളെ പേരിന് ബെല്ലും പിറക്കൂല്ല. കണ്ണൂർക്ക് എത്തോളം നേരം ഉണ്ടായി, അബ്ദുറഹ്മാൻ തന്നെ ഉണ്ടായി ഇട്ട പേര്. കണ്ണൂരിന് ഇപ്പുറം എത്തുമ്പോൾ അന്തുമാന്നുമായി. പിന്നെ ഇവിടുത്തെ ഇവിടെ ചെറുക്കലത്തൊക്കെ എത്തുമ്പോൾ അന്ത്രാമാനായി. ഈടൊക്കെ എത്തുമ്പോൾ അന്തുമാനുമായി. തലപ്പാട് നമ്മൾ അന്തായി നായി. അതിന്റെ അപ്പുറം പോയിട്ട് അവർ എന്തായതായിരിക്കും ഒരു കേൾക്കൊടിക്കും. അല്ല ശരിക്കാൻ പറയുന്നതല്ല, നമ്മളെ പേരിന്റെ ബലയും പോയി.
എന്നാ പണ്ടുള്ള ആൾക്കാരൊക്കെ മുസ്ലിങ്ങളാവട്ടെ അല്ലാത്തവരാവട്ടെ മഹാന്മാരുടെ പേര് പോലും ആദരിച്ചിട്ട് പറഞ്ഞിരുന്നില്ല. കീഴണവൂർ വലിയ മഹാനാണ്, കിടേറ്റ പണ്ഡിതനാണ്. ആ മഹാനരുടെ അടുക്കൽ നാദാപുരത്ത് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ മഹാനർ അവരെ കാണാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട വലിയുള്ളായി അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആചാർ തങ്ങൾ ചെന്നു. അങ്ങനെ ചെന്ന് സലാം പറഞ്ഞ് അവിടെ ഇരുന്നു. മഹാനർ ആ സമയത്ത് നല്ലോണം സ്വീകരിച്ചു, ഇരുത്തി ആദരിച്ചു, ചായ കൊടുത്തു, എല്ലാം കൊടുത്തു. ഏതുവരെ സത്യത്തിൽ പ്രായത്തിൽ ചെറുതാണോ വല്ലാണെന്ന് അറിയില്ല, എന്നാലും ബഹുമാനപ്പെട്ട വലിയുള്ളാഹി തങ്ങള് അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആചാർ തങ്ങളെ കണ്ടപ്പോ വേണ്ടതുപോലെ ആദരിച്ചിരുത്തി, എല്ലാം കൊണ്ടുള്ള റെസ്പെക്റ്റും കൊടുത്തു. ആര്? കീഴണവൂർ, കീഴണ ശംസുൽ ഉലമാ കീഴണ അബ്ദുള്ള മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ വനഫഅനാ ബിഹി വബിഉലൂമിഹി ഫിദ്ദാറൈൻ. മഹാനായ കീഴണവൂർ എന്ത് ചെയ്തറിഞ്ഞ മഹാനായ വലിയുള്ളാഹി അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആചാർ തങ്ങളെ ഇരുത്തി സൽക്കരിച്ചു, ആദരിച്ചു. ഏതുവരെ അറിയാം? ഏതുവരെ മഹാനായ കീഴണവൂർ തിന്നുന്ന മുർക്കാനില്ലേ, എന്താ പറയാ, തുമ്മാൻ ബത്തല മുർക്കാനാ, അത് മഹാനായ കീഴണവൂർ തിന്നുമായിരുന്നു. ആ മുർക്കാന്റെ പൊതിന്റെ കെട്ട് ബഹുമാനപ്പെട്ട വലിയുള്ളാഹി മുഹമ്മദ് ആചാർ തങ്ങൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മുറുക്കിക്കോളി, തിന്നോളി. എന്നിട്ട് ഞമന്താ കെട്ടി ഞമക്ക് തിന്നല് കേട്ടിട്ട് മേം കെട്ടി. എന്നിട്ട് ആടന്റെ മുമ്പിലേക്ക് തുപ്പയും ചെയ്യട്ടി. മഹാനായ വലിയുള്ളാഹി അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആചാർ തങ്ങള് ആ മഹാനർ മുറുക്കാന്റെ പൊതി അങ്ങ് നീട്ടിയപ്പോ അത് വേണ്ട എന്ന് നിരസിക്കുന്നത് ഒരു അതബ് കേടായി പോകുമോ എന്ന് കരുതി അത് വാങ്ങി. എന്നിട്ട് കോണിപ്പടി കയറി ഇറങ്ങിയിട്ട് പള്ളിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് താഴെ ചെന്ന് മുറുക്കി തുപ്പുന്നു. അവിടുന്ന് ചോദിക്കപ്പെട്ടു, അല്ല തങ്ങള് മുഹമ്മദ് ആചാർ തങ്ങള്, നിങ്ങ എന്റെ ഉസ്താദിന്റെ അടുത്ത് തന്നെ മുറുക്കാഞ്ഞ്, ഉസ്താദ് അവിടെ നിന്നല്ലേ മുറുക്കാന്റെ പൊതി തന്നത്, അവിടെ കൂടെ തിന്നാനല്ല, നിങ്ങ എന്റെ അവിടെ തന്നെ തിന്നാഞ്ഞ് എന്ന് ചോദിച്ചപ്പോ മഹാനായ വലിയുള്ളാഹി അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആചാർ തങ്ങള് പറഞ്ഞെന്തറിയാ, അത് മഹാനരല്ലേ, അവരെ മുമ്പിൽ തിന്നുന്നത്, മുറുക്കാൻ തിന്നുന്നത് അതബ് കേടല്ലേ. ഇന്നത്തെ തലമുറ പഠിക്കേണ്ട പാഠമാണ്. ആലിമിന്റെ മുമ്പില്, ഭർത്താവിന്റെ മുമ്പില്, ബാപ്പുമ്മാന്റെ മുമ്പില് കാലിന്റെ മേലെ കാലിട്ടിരിക്കുന്ന ഇന്നത്തെ മക്കള്, കൈവിരൽ ചൂണ്ടിയിട്ട് ഉച്ചത്തിൽ സംസാരിക്കുന്ന ഇന്നത്തെ മക്കള്, സ്വന്തം ബാപ്പയോട് പോലും ഒരു സിഗരറ്റ് തരുമോ എന്ന് ചോദിക്കുന്ന മക്കള്, സ്വന്തം മാപ്പിളന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഭാര്യമാരുള്ള ഇന്നത്തെ ഈ കാലത്തെ തലമുറകള് നല്ലോണം പഠിച്ചെടുക്കേണ്ട അതബിന്റെ പാഠമാണ് ഈ മഹാന്മാരിലൂടെ നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. മുറുക്കാൻ തിന്നാൻ വേണ്ടിയിട്ട് കോണിപ്പടിക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് താഴെ തുപ്പിട്ട് പോയി. നാലിച്ചോക്ക് അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആചാർ മുസ്ലിയാർ മുഹമ്മദ് ആജ് ഉസ്താദ് ആ വേദിയിലേക്ക് കടന്നു വരുമ്പോ, ആ സ്റ്റേജിലേക്ക് കയറി വരുമ്പോ സുബ്ഹാനല്ലാഹ് ശംസുൽ ഉലമാ തങ്ങൾ എന്ന മഹാനർ അവിടെ ചെന്നിട്ട് സ്റ്റെപ്പിന്റെ അടുത്ത് ചെന്നിട്ട് അങ്ങോട്ട് നടന്നു ചെന്നിട്ട് സ്വീകരിക്കുന്നു, കൈപിടിച്ചിരുത്തുന്നു. അതാ ഞാൻ പറഞ്ഞ സമകാലികരായ മഹാന്മാർ, സമശീർഷരായ മഹാന്മാർ, അന്ന് കാലത്ത് ജീവിച്ചിരുന്ന ആരിഫീങ്ങൾ, ഔലിയാക്കളൊക്കെയാം എല്ലാവരും ആദരിച്ച വ്യക്തിത്വമാണ്, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട മഹാനരാണ്. വലിയുള്ളാഹി അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആചാർ തങ്ങള് പ്രകടന മഹാനരിലൂടെ അല്ലാഹു പ്രകടിപ്പിച്ച കശ്ഫുകൾക്ക്, കറാമത്തുകൾക്ക് കണക്കില്ല. എത്ര കറാമത്തുകള്! കശ്ഫ് കറാമത്ത് മഹാന്മാർക്ക് പ്രകടിപ്പിക്കുന്നു. ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കലുണ്ട്, അയാൾ ഔലിയെ? ഔലിയ എന്നാലോ എന്ത് കറാമത്ത്? വലക്കെ എന്റെ കറാമത്തുണ്ടെങ്കിൽ മാത്രമേ ഔലിയാന്ന്. നിന്റെ ആരത് പറഞ്ഞേ കറാമത്തുണ്ടെങ്കിൽ ഔലിയാന്ന് എഴുതിട്ട് ഫസ്റ്റ് കേൾക്കുന്നുണ്ട്. അങ്ങനെ അയാളെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ, അയാളെ നാടാടെ, അയാളെ ബാക്ക് ഹിസ്റ്ററി എന്ത്, ബാക്ക് ഫയൽ എന്ത്, അയാളെ ബയോഡാട്ട ഇതെന്ത് അല്ലേ കേൾക്കുന്നത്. കറാമത്ത് എന്ത് ഉണ്ടോ? കറാമത്ത ഒരു വലിയന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഏറ്റവും വലിയ കറാമത്താണ് ഇസ്തിഖാമത്ത്. അയാളെ ജീവിതം തന്നെ അത് അല്ലാഹുവിന്റെ വഴിയിലാണ്. തെറ്റാത്ത
ഈമാനില്, പിഴക്കാത്ത വിശ്വാസത്തില്, ഒഴിച്ചുകൂടാനാവാത്ത കർമ്മങ്ങളിലായി ഒരാൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചുവെങ്കിൽ അതന്നെയാണ് കറാമത്ത്. ബാക്കിയെല്ലാം ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണിക്കും, അല്ലെങ്കിൽ കൊണ്ടാണ്ടിരിക്കും. അല്ലെങ്കിലും ശരിയായിട്ടുള്ള ഔലിയാക്കന്മാർ കറാമത്ത് കാണിക്കാൻ ചങ്കിക്കൂന്നാണ് മഹാന്മാർ പറഞ്ഞത്, നാണിക്കൂന്ന്. മുസ്തഫായ നബി തങ്ങളുടെ ദൂതനായി ഇന്ത്യ മഹാരാജ്യത്തേക്ക് കടന്നു വന്ന മഹാനരായ ഖാജോ അജ്മീർ ഖാജോ, അവരൊക്കെ കറാമത്ത് എണ്ണിയാ തീരോ? അവരുടെ ഒറ്റ ഒരു കറാമത്ത് കണ്ടിട്ട് അനാസാഗർ കുളവുമായി ബന്ധപ്പെട്ട, അനാസാഗർ താളാപുമായി ബന്ധപ്പെട്ട ഒറ്റ ഒരു കറാമത്ത് കണ്ടിട്ട് ഒറ്റ ഒരു ദിവസം 80,000-ൽ പരം ജനങ്ങള് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നു. ഷഹാദത്തിന്റെ കലിമ ചൊല്ലി മുസ്ലിമായി. ദീനിനും സമുദായത്തിനും ഉമ്മത്തിനും ഗുണമുണ്ട് എന്ന് കാണുമ്പോഴാണ് അവരിന്ന് കറാമത്തുണ്ടാണ്. അല്ലാണ്ട് അവരുടെ സ്വന്തം ലാഭത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മഹാനും കറാമത്ത് പ്രകടിപ്പിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട വലിയുള്ളായ അടിയാർ കണ്ണൂർ മുഹമ്മദ് ആചാര്യ തങ്ങള് കറുവത്തെടുക്ക എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയുന്ന നാടനായിരിക്കും. കറുവത്തെടുക്ക എന്ന് പറയുന്ന സ്ഥലം ബഹുമാനപ്പെട്ട വലിയുള്ളായി തങ്ങൾ അവർ ആചാറുപ്പാപ്പ അടിയാർ കണ്ണൂർ മുഹമ്മദ് ആചാര്യ തങ്ങള് കറുവത്തെടുക്കത്തൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ ആ പാടവരമ്പത്ത് കൂടി ആ കണ്ടത്തിന്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടുമ്പോ അവിടെ കർഷകനായ ഇതൊന്ന് കേൾക്കിയാവല്ലേ, അല്ല കുറച്ച് അപ്പുറം പോയിട്ട് മുണ്ടി അത് ചെന്നില്ല എന്ന് വിചാരിക്കുന്നത്. പിന്നെ ചൊല്ലിപ്പോ നമുക്ക് ഒരു വിശ്വാസം പോലാന്ന് അത്രന്നെ. ഇങ്ങോട്ട് നോക്കി ബഹുമാനപ്പെട്ട എന്ത് ഞാൻ പറഞ്ഞേ, നാട്ടിന്റെ പേരെന്ത്? ബിയ്യം തടുക്കേ. അതിനെന്നെ ചെല്ലിയ വെച്ചുമുണ്ടെല്ലാം മുണ്ടി. കറുവത്തടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് കൂടി ബഹുമാനപ്പെട്ട അടിയാർ കണ്ണൂർ മുഹമ്മദ് ആചാര്യ തങ്ങള് ഒരു ദിവസം ഇങ്ങനെ നടന്നുകൊണ്ട് പോവാണ്. രാവിലെ എഴുതപ്പെട്ട ചരിത്രം അങ്ങനെയാണ്. ഇതൊക്കെയും സനദോടുകൂടി പറയപ്പെട്ട ചരിത്രമാണ്. അല്ലാതെ രാക്കഥകളോ സാങ്കല്പിക കഥകളോ ഐതിഹ്യ പുരാണങ്ങളൊന്നും അല്ല. മഹാനായ തങ്ങളവറുകൾ അടിയാർ കണ്ണൂർ മുഹമ്മദ് ആചാര്യവറുകൾ നടന്നുകൊണ്ട് ഇങ്ങനെ പോകുമ്പോ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. ഏതോ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. ഇന്നത്തെ പോലെ നിമിഷങ്ങൾ വെച്ചിട്ട് സെക്കൻഡുകൾ വെച്ചിട്ട് ചീറിപ്പാഞ്ഞു പോകുന്ന ബസ്സുകളില്ല എന്ന്, ഇടക്കിടക്ക് മാത്രം ഓരോന്ന് അങ്ങനെയുള്ള ബസ്സിന്റെ ടൈമും സെറ്റ് ചെയ്തിട്ട് അതും കണ്ടിട്ട് അതും കാത്തിട്ട് ബസ്സിനെ പ്രതീക്ഷിച്ചിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് അങ്ങനെ പോകുമ്പോ പാടവരമ്പത്ത് കൂടി മഹാനർ നടക്കുന്നു. അങ്ങനെ നടന്നു പോകുമ്പോ പാടവരമ്പത്തതാ ഒരു കർഷകനായ ഇബ്രാഹിം എന്നയാള്, ഉമ്പായി എന്ന് വിളിക്കുന്ന ഒരാള്, ഇബ്രാഹിം എന്ന പേരുള്ള ഒരാള്, കറുവത്തെടുക്കക്കാരനായ ആള്. സുബ്ഹാനല്ലാഹ്, അയാൾ അവിടെ കിളക്കുകയാണ്. അയാൾ അവിടെ എന്തോ പണിയിലാണ്, ജോലിയിലാണ്. അയാളെ കണ്ടപ്പോ ഉസ്താദിനെ കണ്ടപ്പോ അയാൾക്ക് ഉസ്താദിനെ നന്നായിട്ടറിയാ. ബഹുമാനപ്പെട്ട അടിയാർ കണ്ണൂർ മുഹമ്മദ് ആചാര്യ തങ്ങളെ കണ്ടപ്പോ അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. ഉസ്താദ് അതിന് സലാമോടെ കേട്ട് അല്ല ഉമ്പായി, അല്ല ഇബ്രാഹിം, എങ്ങനെയുണ്ട് നിന്റെ കച്ചവടം കാര്യങ്ങളും കൃഷിയല്ല? ആ സമയത്ത് ഇബ്രാഹിം വളരെ വിഷമത്തോടെ ബേജാറോടെ പറഞ്ഞു, ഉസ്താദ് അടിയാർ കണ്ണൂർ മുഹമ്മദ് ആചാര്യ തങ്ങള് വല്ലാത്ത വിഷമത്തിലാണ്, ബേജാറിലാണ്. കൃഷികളെല്ലാം നശിച്ചു പോയി, എല്ലാം ഉണങ്ങിപ്പോയി, വറ്റിപ്പോയി. മഴയില്ല, വെള്ളമില്ല, മഴയില്ല. വല്ലാത്ത വരൾച്ചയാണ്, ക്ഷാമമാണ്. അതിന്റെ പ്രയാസം നല്ലോണം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ശൈഖുനാ വലിയുള്ളാഹി അടിയാർ കണ്ണൂർ മുഹമ്മദ് ആചാര്യ തങ്ങള് നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്തുകയാണ്. ബസ് വരാൻ ഇനിയും സമയമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരിത്തിരി നേരം കഴിഞ്ഞു. ബസ് വരുന്നതിന്റെ തൊട്ട് നിമിഷങ്ങൾക്ക് മുമ്പ് ഉമ്പായിനെ വിളിച്ചിട്ട് പറയുകയാണ്, പാടവരമ്പത്ത് പണിയെടുക്കുന്ന കർഷകനായ ഇബ്രാഹിമിനെ വിളിച്ചിട്ട് പറയുകയാണ്, വെള്ളമില്ലാതെ ബേജാറായ ഇബ്രാഹിമിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഇബ്രാഹിം വിഷമിക്കണ്ട, ബേജാറാവണ്ട, നിനക്ക് വേണ്ടിയ മഴയും വെള്ളവും ഇപ്പൊ വരും കേട്ടോ, മഴ വരും കേട്ടോ
എന്ന് പറഞ്ഞ് തീരേണ്ട താമസം ബസ് വന്നു. ഉസ്താദ് ബസ് കയറിയിട്ട് പോകേണ്ട താമസമതാ. മേഘം മുരുണ്ടുകൂടുകയാണ്, ഇടിമിന്നറിയുകയാണ്, മഴ വർഷിക്കുന്നു. ചരിത്രം രേഖപ്പെടുത്തിയത് അങ്ങനെ അറിയാം. മഴ നല്ലോണം വന്നപ്പോ കണക്കിലേറെ വെള്ളം കൂടിയപ്പോ ആ ചിലയിടങ്ങളിൽ കൃഷി അങ്ങനെ വെള്ളം കൂടിയത് കൊണ്ട് നശിച്ചുപോയി, അതേ നഷ്ടപ്പെട്ടു പോയി. ചില ആൾക്കാർക്ക് പിന്നീട് അതൊരു ബുദ്ധിമുട്ടായി മാറി. ഞാനിത് പറഞ്ഞതിനറിയാം, അമ്പിയാക്കളുടെ അനന്തരാവകാശികളായി ഈ ലോകത്ത് വന്നവരാണല്ലോ സ്വാലിഹീങ്ങളായ ആലിമീങ്ങളാ, ഉഖ്റവിയായ പണ്ഡിതന്മാരാ. അവർ അമ്പിയാക്കന്മാരുടെ നേർ പതിപ്പുകളാണ്, അമ്പിയാക്കളുടെ ഖലീഫമാരാണ്, അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. അതേ സ്വാലിഹീങ്ങളായ ഉഖ്റവിയായ പണ്ഡിതന്മാര്, നല്ലവരായ ആലിമീങ്ങള്, അവർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. ഈസാ നബിന്റെ, മൂസാ നബിന്റെ, ഇബ്രാഹിം നബിന്റെ, അതേ അല്ലാഹുവിന്റെ പ്രവാചകരായ എന്റെ മുസ്തഫായ റസൂലുള്ളാഹിന്റെ അനന്തരക്കാരാണ് സ്വാലിഹീങ്ങളായ ആലിമീങ്ങള്. ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനീ ഇസ്രായീൽ. എന്റെ ഉമ്മത്തിലുള്ള, എന്റെ സമുദായത്തിലുള്ള ആലിമീങ്ങള്, എന്റെ ഉമ്മത്തികളിലുള്ള ആലിമീങ്ങള് ബനൂ ഇസ്രായേലുകളിലേക്ക് അല്ലാഹു പറഞ്ഞയച്ച നബിമാരെ പോലെയാണ്. ഈസാ നബിയെ പോലെ, മൂസാ നബിയെ പോലെ, മറ്റു നബിമാരെ പോലെ വളരെയധികം ഉന്നതമായ പദവികളും മഹോന്നതമായ സ്ഥാന ബഹുമാനങ്ങളും നൽകപ്പെട്ടവരും ലഭിച്ചവരുമാണ് ഉലമാ ഉമ്മത്തി. എന്റെ സമുദായത്തിലെ ഉലമാ, എന്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാര്. അല്ലാഹു ഞങ്ങളെ ഉഖ്റവിയായ ആലിമീങ്ങളാക്കട്ടെ. ആ വലിയവരായ നബിമാരാകുന്ന അമ്പിയാക്കരക്കാരായ ഔലിയാക്കളെ ആലിമീങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ കഴിവാണ് കറാമത്ത്. പക്ഷെ അത് ഔലിയാക്കളായതുകൊണ്ട് ആ ഉണ്ടായ ആ സംഭവങ്ങളുടെയും പേര് മാറ്റി, അത് ബഹുമാനിച്ചിട്ടാണ് കറാമത്ത് എന്നാക്കി. സംഗതി ഒന്ന് തന്നെ. ഈസാ നബിയെ മരിച്ചവരെ ഹയാത്താക്കി, മുഹ്യിദ്ദീൻ ശൈഖും മരിച്ചവരെ ഹയാത്താക്കി. അതേ മുസ്തഫായ നബിയുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് അതൈനാക നബിയേ, വല്ലാഹി ലഖദ അതൈനാക നബിയേ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് വന്നു നബിയേ, ഞങ്ങൾക്ക് വെള്ളം വേണം നബിയേ, മഴയില്ല നബിയേ. പാടവരമ്പുകൾ മുഴുവനും ഉണങ്ങിപ്പോയി, മൃഗങ്ങൾ വെള്ളം കിട്ടാതെ ചത്തൊടുങ്ങിപ്പോയി, മനുഷ്യർമാർ പോലും പ്രയാസത്തിലായി പോയി. അതുകൊണ്ട് വെള്ളം വേണം നബിയേ. മഹാനായ നമ്മുടെയൊക്കെ പ്രിയ സുഹൃത്ത് ബഹുമാനപ്പെട്ട ഡിആർ കണ്ണൂർ മുഹമ്മദ് ആചാർ അവരുടെ പ്രിയപ്പെട്ട മകൻ, പ്രഗത്ഭ പണ്ഡിതൻ, എൻ്റെ വലിയ ആത്മസുഹൃത്തും വലിയ ഗുണകാംക്ഷിയും, നമ്മുടെ അലവി ഹനീഫി ഉസ്താദിൻ്റെ ജ്യേഷ്ഠനും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഹംസ വഹാബി ഉസ്താദ് നല്ല തികഞ്ഞൊരു പണ്ഡിതനാണ്. അല്ലാഹു ഇൽമുൽ സിയാദത്തും ബർക്കത്തും നൽകട്ടെ. ബഹുമാനപ്പെട്ടവർ തൻ്റെ പിതാവും ആയിരക്കണക്കിന് മഹാന്മാരുടെ വന്യഗുരുവും നിരവധി കഷ്പ കൊണ്ട് കറാമത്ത് കൊണ്ടറിയപ്പെട്ട അള്ളാന്റെ വലിയും ജാതിമത വ്യത്യാസമില്ലാതെ സർവരാലും ആദരിക്കപ്പെട്ടിരുന്ന മഹാനരായ വലിയുള്ളായി അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആചാർ തങ്ങളെ കുറിച്ച്, അതായത് തന്റെ വാപ്പയെ തന്റെ പിതാവിനെ കുറിച്ച് എഴുതിയ വളരെയധികം ബൃഹത്തായ ഘനപ്പെട്ട ഒരു അനുസ്മരണ ഗ്രന്ഥമാണ്, ഒരു ചരിത്ര ഗ്രന്ഥമാണ്. ഒരുപാട് തങ്ങന്മാരുടെ, ഒരുപാട് പണ്ഡിതന്മാരുടെ, ഒരുപാട് നേതാക്കളുടെ, ഒരുപാട് സൂഫിയാക്കളുടെ അനുഭവങ്ങളും ബഹുമാനപ്പെട്ട മുഹമ്മദ് ആചാർ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുഭവ കുറിപ്പുകളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. വായിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒന്നും കൂടി അപ്പുറം വായിക്കാം, ഇതിൻ്റെ അപ്പുറത്തുള്ളത് വായിക്കാൻ തോന്നുന്നു. ഞാനിതുവരെ ആവർത്തിച്ച് വായിച്ചിട്ടുണ്ട്. അള്ളാഹു താല അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കുടുംബത്തെയും അള്ളാഹു ഇസ്സത്തിലാക്കട്ടെ. മഹാന്മാരുടെ മദതും ബർക്കത്തും അള്ളാഹു നമുക്ക് രണ്ട് ലോകത്തും നൽകട്ടെ. ചെറിയ പൈസ, നല്ല ഘനപ്പെട്ട പുസ്തകം, ഇത് ഒരു വീട്ടിലുണ്ടാവുക തന്നെ ഒരു ബർക്കത്താണ്.
മഹാന്മാരുടെ ചരിത്രമല്ലേ, അവരുടെ കുറിപ്പുകളല്ലേ, അവരുടെ അനുസ്മരണങ്ങളല്ലേ, അതൊരു ബർക്കത്തല്ലേ. പരിശുദ്ധ ഖുർആനും അങ്ങനെയല്ലേ. വിശുദ്ധ ഖുർആനിൽ മറിയം ബീവിയുടെ ചരിത്രം, യൂനുസ് നബിയുടെ ചരിത്രം, സ്വാലിഹ് നബിയുടെ ചരിത്രം, അള്ളാഹുവിന്റെ ഔലിയാക്കളായ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം എല്ലാം അടങ്ങിയതാണ് വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ അല്ലേ. അതിൽ നിന്ന് എടുക്കപ്പെട്ടതാണ് ഇതിലേക്ക് പകർത്തിയത്. മഹാനായ വലിയുള്ളാഹി തങ്ങളെ കുറിച്ചുള്ള ചരിത്രം മാത്രമല്ല, അനുഭവ കുറിപ്പുകൾ മാത്രമല്ല, ഗഹനമായ മറ്റൊരുപാട് വിഷയങ്ങൾ, ആദർശ സംബന്ധമായി കറാമത്തുകളും തരീഖത്തും സൂഫിസവും തസ്കിയത്തും എല്ലാം ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അറബി ഇബാറത്തുണ്ട്, പണ്ഡിതന്മാർക്ക് ഏറെ ഉപകാരപ്പെടുകയും ചെയ്യും. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ഇനിയും ഒരുപാട് തൗഫീഖ് ഏറ്റി കൊടുക്കട്ടെ. ഇതെല്ലാവരും സൗകര്യപ്പെടുന്ന എല്ലാവരും ഒന്ന് കൈപറ്റണം, വാങ്ങണം. പിന്നെ ബഹുമാനപ്പെട്ട ഹാഷിം ഹംസ വഹബി ഉസ്താദ് തന്നെ എഴുതിയ നെല്ലിക്കുന്ന് ഉപ്പാപ്പാനെ കുറിച്ചുള്ള പുസ്തകം, നെല്ലിക്കുന്ന് തങ്ങളുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനരെ കുറിച്ചുള്ള ചരിത്ര പുസ്തകം. ഇതിലും തന്നെ ഒരുപാട്, സത്യത്തിൽ ഇതൊരു കേവലം ഒരു ചരിത്ര പുസ്തകം മാത്രമല്ല, ഇതൊരു മുഅ്മിനായ ഒരു മുസ്ലിമായ മനുഷ്യൻ കയ്യിൽ കരുതേണ്ട ഒരു ഘനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഒരുപാട് കിതാബുകൾ പാരായണം ചെയ്യുന്നതിന് തുല്യമാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളുടെ പൗരാണികമായ പ്രാമാണികമായ ഒരുപാട് കിതാബുകളുടെ ഉദ്ധരണികളും ബൃഹത്തായ പഠനങ്ങളും എല്ലാം അടങ്ങിയതാണ് ഈ ചരിത്ര പുസ്തകം. ഇതെല്ലാവരും ഒന്ന് കയ്യിൽ വാങ്ങണം, കൈപറ്റണം. പെണ്ണുങ്ങളെ ഭാഗത്തേക്കും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കുഞ്ഞുമക്കൾ കൊണ്ടുവരും. അല്ലാഹു തആല അതൊക്കെയും വേണ്ടതുപോലെ ആക്കി തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അഅറാബിയായ സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ അതൈനാക വല്ലുദറാഉ തുദ്മീ ലബാനുഹാ, നബിയെ വെള്ളമില്ല നബിയെ. ഉമ്മമാർ മുല കൊടുക്കുമ്പോ കുറെ നാളായി വെള്ളം കുടിക്കാത്തത് കൊണ്ട്, ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട്, പാലില്ലാത്തത് കൊണ്ട് മുലപ്പാലിന് പകരം ചോര വരുന്ന നബിയെ. മൃഗങ്ങൾ വെള്ളം കിട്ടാതെ ചത്തുപോയി നബിയെ. നബിയെ വെള്ളം വേണം നബിയെ. മഴയില്ല എന്ന പരിഭവം പറഞ്ഞ സഹാബിയടക്കം ചുട്ടുപൊള്ളുന്ന വെയിലത്ത് വന്നവരാണ്. ആ സഹാബികൾ പിന്നീട് തിരിച്ചുപോയത് നല്ല മഴ കൊണ്ടിട്ടാണ്, നനഞ്ഞു കുതിർന്നിട്ടാണ്. വെള്ളമങ്ങനെ ഒഴുകി, മഴയങ്ങനെ കുറ്റിച്ചൊരിഞ്ഞു. ആ ദിവസം അങ്ങനെ നീണ്ടു, ആഴ്ചകൾ പിന്നിട്ടോ. അതേ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ മുസ്തഫ നബി തങ്ങൾ ഇതേപോലെ നിൽക്കുമ്പോ അതേ സഹാബി വന്നിട്ട് വീണ്ടും പറയുകയാണ്, പൊന്നാര നബിയേ, യാ റസൂലുള്ളാഹ്, മദീന നബിയേ, വെള്ളം മദീന നബിയേ. ആഴ്ചകൾക്ക് മുന്നേ വെള്ളം കിട്ടാതെയാണ് നാട്ടുകാരും നാട് ഉണങ്ങിപ്പോയതെങ്കില, നാട്ടുകാർ മരിച്ചു പോയതെങ്കില, മൃഗങ്ങൾ ചത്തൊടുങ്ങിയതെങ്കില, ഇന്ന് വെള്ളം കൂടിയിട്ട് ജനങ്ങൾ പ്രയാസത്തിലാണ്, മൃഗങ്ങളും മനുഷ്യരും മുങ്ങി മരിക്കുന്ന കോലത്തിലാണ്. അതുകൊണ്ട് മദീന നബി തങ്ങളോട് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ അതേ തിരുകരം ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ലാ അലൈനാ വഹവാലൈനാ, പടച്ചോനെ ഞങ്ങൾക്ക് മതി ചുറ്റുഭാഗത്തേക്ക്. അത് സ്വിച്ചിട്ട പോലെ നിന്നു. അതാണ് അമ്പിയാക്കൾ, അവരുടെ മുഅ്ജിസത്ത് അങ്ങനെയാണ്. ഇത് സ്വഹീഹായ ഹദീസാണ്. ഇത് അമ്പിയാക്കൾക്ക് അമമുഅ്ജിസത്ത്, ഇത് ഔലിയാക്കളിൽ നിന്നിട്ടാകുമ്പോ കറാമത്ത്. സംഗതി ഒന്നെയാണ്, അത് ബഹുമാനിച്ചിട്ട് പേര് മാറ്റിയത് മാത്രം. മഹാനായ വലിയുള്ളാഹി അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആചാർ തങ്ങള് ബസ് സ്റ്റാൻഡിൽ കയറുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ് പാടവരമ്പത്ത് പണിയെടുക്കുമ്പോ വിഷമത്തിലായിരുന്ന ഇബ്രാഹിമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇബ്രാഹിം ബേജാറാണ്ട, മഴ വരും. നിമിഷങ്ങൾ കഴിഞ്ഞില്ല, മഴ വന്നു. അതാണ് മഹാനായ വലിയുള്ളാഹി അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആചാർ തങ്ങള്. ഇലാ ഹളറത്ത് റൂഹി അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആചാർ വഇലാ ഹളറാത്തി അർവാഹി അബീഹി വഉമ്മിഹി വഅഹ്ലിഹി വഔലാദിഹി വഅസാതീദിഹി വമശായിഖിഹി വഅഹ്ബാബിഹി. അൽ ഫാത്തിഹ. ഓതി അൽ ഫാത്തിഹ.